നമസ്കാരം. യുവഭാരത് ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. 14-ാം വാർഡിൽ BJPയുടെ നേതൃത്വത്തിൽ നടന്ന അനുമോദന സദസ്സിൽ 14-ാം വാർഡ് കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ രാജേഷ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ തൃശ്ശൂർ വിഭാഗ് പ്രചാർ പ്രമുഖ് ശ്രീ KU ഷാജി ശർമ്മ യോഗം ഉദ്ഘാടനം ചെയ്തു. അന്തിമഹാകാളൻകാവ് ഏരിയ പ്രസിഡന്റ് ശ്രീമതി ഗിരിജ, ഏരിയ ജനറൽ സെക്രട്ടറി ശ്രീ അനിൽകുമാർ, സെക്രട്ടറി ശ്രീ രാജേഷ് CV തുടങ്ങിയവർ ആശംസകൾ നേർന്നു. SSLC +2 ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതോടൊപ്പം തന്നെ 27 വർഷമായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ അംഗങ്ങളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും ആ വേദിയിൽ അനുമോദിച്ചു. 14-ാം വാർഡിൻ്റെ ജോയിൻറ്റ് കൺവീനറായിട്ടുള്ള KN വേലായുധൻ, വിശ്വനാഥൻ, രാജേഷ്, അനിൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. വലിയ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന ഭരണകർത്താക്കളടക്കം പല രീതിയിലെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. പല രീതിയിൽ പല കുഴപ്പങ്ങളും ഉയർന്ന തലത്തിൽ നിന്ന് വരുമ്പോൾ സാധാരണക്കാരായ നമ്മൾക്കൊക്കെ അതിൽ എന്താണ് അതിൻ്റെ ഗുണദോഷം എന്നതിനെ കുറിച്ച് അറിയാതെ നമ്മൾക്കും വളരെ ധർമ്മസങ്കടം ഉണ്ടാവും. പ്രത്യേകിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയം, കലാരംഗത്ത് കലാലയത്തിൽ വരുന്ന രാഷ്ട്രീയ പൊളിറ്റിക്സ്, അതിൻ്റെ കുറേ അപജയങ്ങൾ, അങ്ങനെ പല കുഴപ്പങ്ങളും നമ്മളിന്ന് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം നേരിടുന്നുണ്ട്. അപ്പം ഇതിനെയൊക്കെ തന്നെ നമ്മുടെ സംസ്കൃതിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന പക്ഷം ഇതെന്നൊക്കെ തന്നെ വലിയൊരു മാറ്റം നമ്മൾക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. പിന്നെ ക്രമത്തിൽ അറിയാം, നമുക്ക് ഇപ്പം ഇന്ന് നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യാസമ്പ്രദായം അനുസരിച്ച് ആധുനിക സാങ്കേതിക ശാസ്ത്രത്തിൻ്റെ വളർച്ച അനുബന്ധിച്ചിട്ട് നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരു 10-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ട് നെറ്റ് കണക്ഷനും മൊബൈൽ യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വിഷയവും ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംവിധാനം അത് ഏത് രീതിയിലും കുറെ ദുഷിപ്പിക്കുന്നുണ്ടെന്നുള്ള യാതൊരു തർക്കമില്ല. എല്ലാ വിദ്യാർത്ഥികളും അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന BJPയുടെ അന്നത്തെ ആരാധ്യനായ അടൽ ബിഹാരി വാജ്പേയി, അന്നത്തെ ആ പ്രധാനമന്ത്രിയുടെ ഒരു ഭാവനയിൽ വന്ന ഒരു സൃഷ്ടിയാണ് ഈ ഒരു പദ്ധതി. ഈ ഒരു ഭാവന അദ്ദേഹത്തിൽ ഉണ്ടാവുകയും ഒരു ആശയം ഉണ്ടാവുകയും അങ്ങനെ മുഴുവൻ സംസ്ഥാന സർക്കാരുകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു ചർച്ച നടത്തുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഈ പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറായത് കേരള സർക്കാരാണ്. ആദ്യമായിട്ട് ഈ പദ്ധതി ഞങ്ങൾ നടപ്പാക്കാം, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അത് ഏറ്റെടുക്കാൻ തയ്യാറായി. നിങ്ങൾ ആലോചിക്കണം, കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്, കേരളം ഭരിക്കുന്നത് CPM ആണ്. പക്ഷേ ഇതൊരു നല്ല പദ്ധതിയാണ്, ഇത് ഞങ്ങൾ ഏറ്റെടുക്കാം എന്ന് ആദ്യമായിട്ട് കേന്ദ്രത്തിന്റെ മുന്നിൽ പറഞ്ഞത് കേരള സർക്കാരാണ്. അപ്പൊ എന്ത് ചെയ്തു? അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം 1998 മെയ് 17-ാം തീയതി മലപ്പുറം ജില്ലയിലാണ് നടന്നത്. മലപ്പുറം ജില്ലയിൽ വെച്ച് ആദ്യമായി ലോകത്ത് അല്ലെങ്കിൽ ഭാരതത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. അപ്പൊ ശരിക്കും പറഞ്ഞ കുടുംബശ്രീ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിന്റെ പിറവി അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്നത് അന്നത്തെ BJP സർക്കാരാണ്, അടൽ ബിഹാരി വാജ്പേയിയാണ്. അത് ഏറ്റവും നന്നായി നടപ്പാക്കിയത് കേരളത്തിലാണ്. പിന്നീട് അതിനകത്ത് വന്ന തീരുമാനങ്ങളും അട്ടിമറികളൊക്കെ അവിടെ നിൽക്കട്ടെ, എന്തായാലും ഒരു നല്ല പദ്ധതി അതിവിടെ കേരളത്തിൽ ഇംപ്രൂവ്മെന്റ് ചെയ്തു. പിന്നീട് കുടുംബശ്രീയിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. പക്ഷെ പിന്നീട് മാറി മാറി വന്ന സർക്കാരുകൾ കുടുംബശ്രീയുടെ ഫണ്ട് തീരുമാനം ചെയ്യുകയും അതിനെ അങ്ങോട്ട് വെച്ച് നമുക്കറിയാം. ഇപ്പൊ ഈ കഴിഞ്ഞ 5 വർഷം മുൻപ്, അതായത് ആദ്യമായിട്ട് 2014-ൽ ശ്രീമാൻ നരേന്ദ്രമോദിജി കേന്ദ്രം അധികാരത്തിൽ വന്ന സമയത്ത് കേരളത്തിൽ പ്രചരിപ്പിച്ചിരുന്ന ഒരു പ്രചരണമുണ്ട്. കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്ന കുടുംബശ്രീക്കാരുടെ പണിയൊക്കെ കളയുന്നതാണ്. പക്ഷേ അതുവരെ ഉണ്ടായത് 260 രൂപയുടെ 290 രൂപയാവും കൂലി കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് കേന്ദ്ര സർക്കാർ. കാരണം എന്തുകൊണ്ടാണ്? BJP കൊണ്ടുവന്ന ഒരു പദ്ധതി ആയതുകൊണ്ടാണ്. അപ്പൊ അത് BJP കൊണ്ടുവന്നത് BJPക്കാർക്ക് മാത്രമല്ല, ഈ പദ്ധതി ഭാരതത്തിലെ താഴേക്കിടയിലുള്ള മുഴുവൻ ജനവിഭാഗങ്ങൾക്കും വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്കറിയാം, കുടുംബശ്രീയിൽ ജോലി ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, അന്ന് എത്ര രൂപയായിരുന്നു കൂലി ഉണ്ടായിരുന്നു, ഇന്ന് എത്ര രൂപയാണ് കൂലി എന്ന്. മാത്രമല്ല
അടിമുടി പരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആദരം സമർപ്പിക്കുകയാണ്. കുട്ടികൾ വരും.